So our next topic that equal sets. So that the definition, two sets A and B are said to be equal if they have the exactly same elements, and we write A equal to B. Okay, A equal to B, otherwise A not equal to B. Example then, let the set A, the elements are in set A 1, 2, 4, 5, and the set B is contained in the element 2, 4, 1, 5. Okay. ഇവിടെ പറയുന്നത് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ രണ്ട് സെറ്റ് നമുക്ക് എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അതിലുള്ള എലമെന്റ്സ് എന്താവുമ്പോഴാണ്? സെയിം ആവുമ്പോഴാണ്. അപ്പൊ അതിലൊരു ഉദാഹരണം, അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന രീതിയിലാണ്. സെറ്റ് എയും എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എയും സെറ്റ് ബി എന്താണ്? ഈക്വൽ സെറ്റുകളാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സ് എന്താണ്? ഈക്വൽ ആണ്. അതല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം, അല്ലെ? അതായത് ഈക്വൽ സെറ്റ് അല്ല എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1, അതുപോലെ 2, അതുപോലെ 4, 5 എന്ന് ഇട്ടിട്ടുണ്ട്, അല്ലെ? മറ്റൊരു സെറ്റ് ബി എന്ന് പറയുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സെറ്റ് എയിലുള്ള എലമെന്റ്സും സെറ്റ് ബിയിലുള്ള എലമെന്റ്സും എന്താണ്? ഈക്വൽ ആണ്. ആയതിനാൽ നമുക്ക് ആ രണ്ട് സെറ്റും എന്താണെന്ന് പറയാം? ഈക്വൽ സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം. ഫൈൻഡ് ദ പെയർസ് ഓഫ് ഈക്വൽ സെറ്റ് ഇഫ് എനി, ഗിവ് ദ റീസൺസ്. അപ്പോൾ ഇവിടെ കുറെ സെറ്റുകൾ എഴുതിയിട്ടുണ്ട്, റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ സെറ്റ് ബിൽഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇതിൽ നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ സെറ്റുകളാണ്? എ ബി സി ഡി ഇ 5 സെറ്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ പെയർസ് ആണ് ഈക്വൽ സെറ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈക്വൽ സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒന്ന്, കാരണം കൂടി ഒന്ന് എഴുതി കൊടുക്കാന്ന് പറയാം. അപ്പൊ ആദ്യം ഇവിടെ എ എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ എലമെന്റ് മാത്രമാണുള്ളത്. അപ്പൊ 0 എന്ന് പറയുന്ന എലമെന്റ് മാത്രമാണുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെക്കാം, അത് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് the set of all x such that x greater than 15 and x less than 5 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എക്സിനെ കണ്ടെത്തണം. എങ്ങനെയുള്ള എക്സിനെ കണ്ടെത്തണം? 15നേക്കാൾ വലുതും അതുപോലെ 5നേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു എക്സ്, ഒരു നമ്പറിനെ കണ്ടെത്തണം. ഏത് നമ്പറാണ് അങ്ങനെ വരുന്നത്? 15നേക്കാൾ വലുതും 5നേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു നമ്പർ. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്താ വരുന്നത്? 5, അല്ലേ? ഒന്നും ഇല്ലാത്ത എം ടി സെറ്റ് ആണ് വരുന്നത്. അടുത്തത് സി എന്ന് പറയുന്നത്, സെറ്റ് സി എന്ന് പറയുന്നത് the set of all x such that x minus 5 equal to 0 എന്ന് പറയുന്നത്. അതായത് x minus 5 equal to 0 ആവുന്ന ഒരു എക്സിനെ കണ്ടെത്തണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതാണ് വരുന്നത്? 5 ആണ് വരുന്നത്, അല്ലെ? 5 minus 5 equal to 0 എന്ന് പറയുന്നത്. അപ്പോ സി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്ന എലമെന്റ് എത്രയാണ്? 5, അല്ലെ? ഒറ്റ എലമെന്റ് മാത്രമുള്ളത് 5 ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് the set of all x such that x square equal to 25 എന്ന് പറയുന്നത്. x square 25 ആവുന്ന എക്സിനെ കണ്ടെത്താനാണ് പറയുന്നത്, അല്ലേ? ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ? ഏതൊക്കെ കൊടുക്കുമ്പോഴാണ് അവിടെ 25 കിട്ടുന്നത്? നമുക്കറിയാം 5 മൈനസ് 5, അല്ലേ? 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ തന്നെ -5ന്റെ സ്ക്വയറും 25 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഡി എന്ന് പറയുന്നത് സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 5 - 5 ആയിട്ട് മാറും. ലാസ്റ്റ് വൺ ഇ എന്ന് പറയുന്നത്, അല്ലേ? set E. The set of all x such that x is an integral positive root of the equation x square minus 2x minus 15 equal to 0. അതായത് ഇവിടെ പറയുന്നത് x square minus 2x minus 15 എന്ന് പറയുന്ന ഈ ഇക്വേഷന്റെ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ, അല്ലെ? ഇതിലെ എക്സിന്റെ വില കണ്ടുപിടിക്കണം. ഏത് വിലയാണ് കണ്ടുപിടിക്കുന്നത്? ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം, എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷന്റെ വിലകൾ നമ്മൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? എക്സ് +3 അതുപോലെ എക്സ് -5. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും x equal to -b plus or minus root of b square minus 4ac/2a എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് x + 3
അതുപോലെ ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പൊ ഇതിൽ എക്സിന്റെ വിലകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? എക്സിന്റെ വിലകൾ എക്സ് ഈക്വൽ ടു -3 അല്ലേ, അതുപോലെ എക്സ് ഈക്വൽ ടു 5 വരുന്നത് അല്ലേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു -3 എക്സ് മൈനസ് 5 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 5 വരും അല്ലേ. അപ്പൊ ഈ എന്ന് പറയുന്ന സെറ്റിനകത്തെ എലമെന്റ്സ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് എന്നാണ്. അപ്പൊ ഇതിലെ പോസിറ്റീവ് വില മാത്രമാണ്. അപ്പൊ ഏതാ വരുന്നത്? 5 എന്ന് പറയുന്ന എലമെന്റ് അല്ലേ. അപ്പൊ ഈയുടെ ഉള്ളിലുള്ള 5 എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത്? ഇവിടെ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെന്റ് എന്ന് പറയുന്നത് 5, ഒറ്റ എലമെന്റ് മാത്രമാണല്ലോ അല്ലെ. അതുപോലെ ഇ എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? എങ്ങനെ സി ഈക്വൽ ടു ഇ എന്ന് എഴുതാം അല്ലെ. സി ഈക്വൽ ടു ഇ. ഇനി അതുപോലെ വേറെ ഏത് എലമെന്റ്സ് ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്? ഇവിടെ ആദ്യത്തേല് 0 ഉണ്ട്, രണ്ടാമത്തേല് 5, മൂന്നാമത്തേല് 5 മൈനസ് 5. ബി എന്ന് പറയുന്ന സെറ്റിൽ ഇവിടെ 5 ആണ്. 5 അതായത് അത് നൾ സെറ്റ് ആണ് അല്ലേ. അഞ്ചാമത്തെ ഇ എന്ന് പറയുന്നതിൽ 5 ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഈ രണ്ട് സെറ്റുകൾ മാത്രമാണ് എന്തായിട്ടുള്ളത്? ഈക്വൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇ ഈക്വൽ ടു സി എന്ന് എഴുതാം അല്ലെ. ബാക്കി എ നോട്ട് ഈക്വൽ ടു ബി ആണ് അല്ലെ. അതുപോലെ സി നോട്ട് ഈക്വൽ ടു ബി ആണ്. ഡി നോട്ട് ഈക്വൽ ടു ബി ആണ് അല്ലെ. അപ്പൊ ഇത് എല്ലാ രീതിയിലും നമുക്ക് എന്ത് എഴുതാം? അതുപോലെ ഡി നോട്ട് ഈക്വൽ ടു ഇ, സി നോട്ട് ഈക്വൽ ടു എ. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണ് ഈക്വൽ സെറ്റ് ആയിട്ട് വരുന്നത്? സി ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് മാത്രമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർസ് ഓഫ് ദ സെറ്റ്സ് ആർ ഈക്വൽ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ് പറയുക, ചോദ്യമായിട്ട് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ എന്ന് പറയും. താഴെ തന്നിട്ടുള്ള പെയർസിൽ, അതായത് സെറ്റ്സിന്റെ രണ്ട് പെയർസ് തന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെ ആണ് ഈക്വൽ ആയിട്ടുള്ളത് എന്ന് പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ്. എക്സ് എന്ന് പറയുന്ന സെറ്റ്, അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അലോയ് എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കണം എന്ന് പറയും. ആൻഡ് സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ എന്ന് പറയുന്നു. LOYAL എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ആ രണ്ട് സെറ്റുകൾ നമുക്കൊന്ന് എഴുതി വെക്കാം. എക്സ് എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അലോയ് എന്ന് പറയുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? എ ഉണ്ട് അല്ലെ, എൽ ഉണ്ട്, റിപ്പീറ്റേഷൻ ആണ് അടുത്ത എൽ വരുന്നത്. അപ്പൊ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒ ഉണ്ട്, പിന്നെ വൈ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് ബി, ഇറ്റ്സ് കണ്ടെയ്ൻ ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ. അപ്പോ ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? എലമെന്റ്സ് എന്ന് എഴുതാം. എ ഉണ്ട് അല്ലേ, എ. അതുപോലെ തന്നെ നേരത്തെ എഴുതിയ എൽ ഉണ്ട് അല്ലെ, രണ്ട് എല്ലുകൾ ഉണ്ട്, അപ്പോൾ എല്ലാം എഴുതിയാൽ മതി അല്ലേ. അടുത്തത് ഒ, നെക്സ്റ്റ് വൈ അല്ലേ. എന്ന് പറഞ്ഞാൽ എക്സിലും ഈ ബിയിലുമുള്ള എലമെന്റ്സ് എന്താണ്? സെയിം ആണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു ബി എന്ന് പറയാം അല്ലേ. ഈ രണ്ട് സെറ്റും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. രണ്ടാമത്തെ അതിലെ സെക്കൻഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റില് ദ സെറ്റ് ഓഫ് ഓൾ n such that n belongs to z. z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് എന്ന് പറയും. ആൻഡ് കൂടാതെ n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് n സ്ക്വയർ എന്ന് പറയുന്നത് 4-നേക്കാൾ ചെറുതും 4ഉം ആവുന്ന തരത്തിലുള്ള n-ന്റെ വിലകൾ ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 4 ആണ് വരുന്നത് അല്ലേ. അപ്പൊ അവിടുന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. മൈനസ് വരുന്നത് ഇൻഡിജേഴ്സ് അല്ലേ വരുന്നത്. അപ്പൊ എ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് -2 ഉണ്ടാവും. പിന്നെ 4-നേക്കാൾ ചെറുതും വരും. അപ്പൊ -1 അല്ലെ, -1ന്റെ സ്ക്വയർ 1 ആണ് വരിക. 4-നേക്കാൾ ചെറുതാണ് അല്ലെ, അപ്പൊ -1. അടുത്തത് 0 എന്ന് പറയും, 0 സ്ക്വയർ 0 വരും. നെക്സ്റ്റ് 1 അല്ലേ, 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്, അത് 4-നേക്കാൾ ചെറുതാണ്, അപ്പൊ 1 വരും. അടുത്തത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, അപ്പൊ 4 ഇവിടെ പെടും എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഒരു വരാണ്ടല്ലേ. അപ്പൊ 2i അല്ലേ. ഇതാണ് എന്തിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന സെറ്റിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയും.
ബി എന്ന് പറയുന്നത് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, ദാറ്റ് മീൻസ് ദ റിയൽ നമ്പേഴ്സ് അല്ലേ. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കണം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിലകൾ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1ഉം അതുപോലെ തന്നെ എക്സ് മൈനസ് 2 ആണ് കിട്ടുന്നത്. ഓക്കെ, എക്സ് മൈനസ് 1ഉം അതുപോലെ എക്സ് മൈനസ് 2 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വിലകൾ എന്ന് പറയുമ്പോൾ ഏതാ എഴുതേണ്ടത്? ബി അല്ലേ, സെറ്റ് ബി ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എക്സിന്റെ വിലകളാണ്. അപ്പൊ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 1, എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കൂ, എയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് -2, -1, 0, 1, 2 എന്നും ബി യിലുള്ള എലമെന്റ് ആണ് 1, 2 എന്നും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതേണ്ടി വരും? എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതേണ്ടി വരും അല്ലേ. അപ്പൊ രണ്ട് സെറ്റും എന്തല്ല, ഈക്വൽ സെറ്റ് അല്ല എന്ന് എഴുതേണ്ടി വരും. ഇനി അതിൽ എക്സസൈസ് 1.2ലുള്ള, അതായത് നമ്മൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പറയുന്നത്. എക്സസൈസ് 1.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ് എന്ന് പറയും അല്ലേ. ഇതിൽ തന്നിട്ടുള്ള 4 എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ്? നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എം ടി സെറ്റ് എന്ന് പറയും അല്ലേ. എം ടി സെറ്റ്, അതായത് എലമെന്റ്സ് ഇല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് പറയുന്നത്? നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് എന്നൊക്കെ പറയും അല്ലേ. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് അല്ലേ. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്? ഓഡ് ആയിട്ടുള്ള, ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളായിട്ടുള്ള അല്ലേ. ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ? ഇല്ല അല്ലേ. അപ്പോ അവിടെ എന്താണ്? സോ അത് നൾ സെറ്റ് ആണ്. കാരണം എന്താ? നോ ഓഡ് നമ്പേഴ്സ് അല്ലേ. നോ ഓഡ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു ഒറ്റ സംഖ്യയും ഇല്ല. അതുകൊണ്ട് തന്നെ അത് നൾ സെറ്റ് ആണ്. അതിലുള്ള എലമെന്റ് 5 ആണ് വരിക അല്ലേ. 5 എന്ന് പറഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഇല്ല എന്നർത്ഥം അല്ലേ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇവിടെ ഈവൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. നമുക്കറിയാം, ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു ഈവൻ പ്രൈം നമ്പർ ഉണ്ട് എന്ന് പറയാം. ആ നമ്പർ ഏതാ? 2 ആണ്. അപ്പോ ഇതിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉണ്ട് അല്ലേ, അതേതാണ്? 2 ആണ്. അപ്പൊ ഇത് നൾ സെറ്റ് ആവുമോ? ഇല്ല, കാരണം ഇറ്റ്സ് കണ്ടെയ്ൻ 1 എലമെന്റ്. സോ this is not a null set. So we can write it's not a null set because 2 is an even prime number. Okay, and the third question എന്ന് പറയുന്നത് the set of all x such that x is a natural number x less than 5 and x greater than 7 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ x 5നേക്കാൾ ചെറുതാവുന്നതും അതുപോലെ 7നേക്കാൾ വലുതാകുന്നതുമായ ഒരു x, ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കണം. ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ഒരു x, ഒരു നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? 5നേക്കാൾ ചെറുതും അതുപോലെ 7നേക്കാൾ വലുതുമായിട്ടുള്ളത്. അങ്ങനെ ഒരു എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുമോ? 5നേക്കാൾ ചെറുതും വേണം, അതുപോലെ 7നേക്കാൾ വലുതുമാവണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എണ്ണൽ സംഖ്യ ഇല്ല. സോ ഇറ്റ്സ് എ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എലമെന്റ് ഇല്ല. ഈ സെറ്റില് എന്തില്ല? എലമെന്റ് ഇല്ല. 5 ആണ് എലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഇറ്റ്സ് എ നൾ സെറ്റ്. എന്താ അതിന്റെ കാരണം? എ നമ്പർ കനോട്ട് ബി സൈമൾട്ടേനിയസ്ലി ലെസ് ദാൻ 5 ആൻഡ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ ഒരേ സമയം 5നേക്കാൾ ചെറുതും അതുപോലെ 7നേക്കാൾ വലുതുമായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. അതുകൊണ്ട് അത് നൾ സെറ്റ് ആണെന്ന് പറയാം. അതിന്റെ ഫോർത്ത് വൺ എന്ന് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ y സച്ച് ദാറ്റ് y ഈസ് എ പോയിന്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തര വരകൾ എന്നർത്ഥം അല്ലേ. ഇപ്പൊ 2 സമാന്തര വരകളില് അല്ലെ, 2 സമാന്തരകൾ പറയുന്ന പാരലൽ ലൈൻസ് പറഞ്ഞാൽ കൂട്ടിമുട്ടാത്ത വരകളാണ്. എപ്പോഴാ കോമൺ പോയിന്റ് ഉണ്ടാകുന്നത്? കൂട്ടിമുട്ടുമ്പോഴാണ് കോമൺ പോയിന്റ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോ ഇവിടെ എലമെന്റ്സ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കണ്ടെയ്ൻ നോ എലമെന്റ്സ് അല്ലേ. അവിടെ എലമെന്റ് ഇല്ല, ഈ സെറ്റില് എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു നൾ സെറ്റ് ആണെന്ന് പറയാം അല്ലേ. എം ടി സെറ്റ് ആണെന്ന് പറയാം. സോ ദ ഫോർത്ത് എക്സാമ്പിൾ ദാറ്റ് ഈസ് എ നൾ സെറ്റ് ബിക്കോസ് ദേ ഹാവ് നോ കോമൺ പോയിന്റ് അല്ലേ. അവിടെ എന്തില്ല? കോമൺ പോയിന്റ് ഇല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണല്ലോ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് പറയുന്നത് അല്ലേ. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് പറയും. ഒരു വർഷത്തിലുള്ള മാസങ്ങളുടെ സെറ്റ് എന്ന് പറയുന്നത് അല്ലേ, മന്ത്സ് ഓഫ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫൈനൈറ്റ് സെറ്റ് ആണോ ഇൻഫൈനൈറ്റ് സെറ്റ് ആണോ? അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലേ. എന്താ അതിന്റെ കാരണം? അത് ഫൈനൈറ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഒന്നാമത്തത്
is a finite set. എന്താ കാരണം? നമുക്കറിയാം അതിൽ എത്ര എലമെന്റ്സ് ആണ്? ഇറ്റ് കണ്ടെയ്ൻ 12 എലമെന്റ്സ് അല്ലേ? ഇറ്റ് കണ്ടെയ്ൻ 12 എലമെന്റ്സ്. അതിന് 12 എലമെന്റ്സ് ഉണ്ട് എന്ന് പറയാം അല്ലേ? സോ ഇസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട് 1 2 3 എക്സെട്ര എന്ന് പറയുന്നത്. ഇത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണോ അതോ ഇൻഫൈനൈറ്റ് സെറ്റ് ആണോ? ഇത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് സെറ്റ്. എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത്? ഇവിടെ എക്സെട്ര എന്നിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയല്ലേ? ഇറ്റ് ഹാസ് infinite number of natural numbers. Third one, മൂന്നാമത്തെ എന്ന് പറയാം. സെറ്റിലുള്ള എലമെന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് 1 2 3 എക്സെട്ര 99 the last one is 100 is a finite set അല്ലേ? ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ്. എന്തുകൊണ്ടാണ് ഇത് ഫൈനൈറ്റ് സെറ്റ് പറയുന്നത്? ഇതിൽ എത്ര എലമെന്റ്സ് ആണ് ഉണ്ടാവുക? 100 എലമെന്റ്സ് ആണ് അല്ലേ? ബിക്കോസ് 1 to 100 are finite numbers അല്ലേ? ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ? ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർത്ത് the set of positive integer greater than 100 എന്ന് പറഞ്ഞാൽ 100നേക്കാളും വലുതായിട്ടുള്ള പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയും. കൗണ്ട് ചെയ്യാൻ പറ്റുമോ പോസിറ്റീവ് ഇന്റിജേഴ്സ്? എത്ര പോവും അല്ലേ? 100 101 എക്സെട്ര അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോ ഇൻഫൈനൈറ്റ് അല്ലേ? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലേ? അത് നാലാമത്തെ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അല്ലേ? അഞ്ചാമത്തത് the set of prime numbers less than 99 എന്ന് പറയുന്നത് 99ൽ കുറവായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്, ദാറ്റ് മീൻസ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. അത് കൗണ്ടബിൾ ആണ് അല്ലേ? നമുക്ക് ഫൈനൈറ്റ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ അത് ഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞൂടെ 99ൽ ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അതിലുള്ള മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ് സ്റ്റേറ്റ് വെദർ each of the following set is finite or infinite. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിന്റെ ബാക്കിയാണ്. ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ ചെക്ക് ചെയ്യണം. The first example and the first question, the set of lines which are parallel to x axis എന്ന് പറയും. ഇവിടെ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? ലൈൻസ് വിച്ച് ആർ പാരലൽ ടു x axis. നമുക്കറിയാം x ആക്സിസും y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് y ആക്സിസും ഈ ഭാഗം x ആക്സിസ് എന്ന് പറയും അല്ലേ? x ആക്സിസ് എന്ന് പറയും. ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരക്കുന്ന വരകൾ എണ്ണം എന്ന് പറയുന്നു അല്ലേ? ഇപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് എത്ര വരകൾ വരക്കാൻ പറ്റും? ഒരുപാട് വരകൾ അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇഷ്ടം പോലെ നമുക്ക് വരക്കാൻ പറ്റും. ഈ ഭാഗത്തേക്ക് വരക്കാം, ഇങ്ങനെ വരക്കാം. അപ്പോ ഇവിടെ നമുക്ക് ഈ സെറ്റിനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? ഇതെന്താണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയേണ്ടി വരും അല്ലേ? ഇസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. എവിടെ കിട്ടിയോ? ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് lines which are parallel to x axis is a infinite അല്ലേ? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് lines which are parallel to x axis is a infinite set. So infinite set അല്ലേ? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയും അല്ലേ? the set of letters in English alphabet is a finite set. എന്താ കാരണം? finite set അല്ലേ? finite set. It has contain 26 elements. ഇവിടെ എന്താ പറയേണ്ടത്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലൈ 5 എന്ന് പറയും അല്ലേ? എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 5ന്റെ മൾട്ടിപ്ലൈസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് എന്ന് പറയാം. 5 10 15 എക്സെട്ര എന്ന് ഇഷ്ടംപോലെ നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ അതിലെന്താ? അത് ഇൻഫൈനൈറ്റ് ആണ്. ബിക്കോസ് എന്താണ്? അതിലെന്താ? ഇൻഫൈനൈറ്റ് ഇൻ നമ്പർ ആണ് അല്ലേ? അല്ലെ? അത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. സോ infinite is a infinite set. And fourth one എന്ന് പറയുന്നത് the set of animals living on the earth എന്ന് പറയും. ഭൂമിയിൽ ജീവിക്കുന്ന അനിമൽസിന്റെ
സെറ്റ് എന്ന് പറയുന്നത് അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരു ബിഗ് നമ്പർ ആണെങ്കിൽ കൂടി അതൊരു ഫൈനൈറ്റ് നമ്പർ ആണ് അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ് അല്ലെ. ഫൈനൈറ്റ് സെറ്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത് 0 0. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആധാര ബിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ ആധാര ബിന്ദു അല്ലെ. ഇവിടെ എന്താ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനാണ് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരക്കാൻ പറ്റും? ഒരെണ്ണം മാത്രമാണോ? ഇല്ല, ഇൻഫൈനൈറ്റ് അല്ലെ. ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഒരുപാട് എണ്ണം നമുക്ക് വരക്കാൻ പറ്റും അല്ലെ. ഇത്ര എണ്ണം എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ്സ് എ ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലെ. അതിൽ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോവിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട് എന്ന് പറയും അല്ലേ. അതായത് ഈക്വൽ സെറ്റ് ആണോ എന്ന് നോക്കാം. ഈക്വൽ സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് അല്ലേ. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് എ, the element contain it a b c d, a comma b comma c comma d അല്ലേ. and the set b it's contain the element d c b a. അപ്പൊ ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ഈക്വൽ സെറ്റ് ആണോ ചെക്ക് ചെയ്യണം അല്ലെ. ഈക്വൽ സെറ്റ് ആണോ? ഈക്വൽ സെറ്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ആ രണ്ടും ഈക്വൽ ആയിട്ട് മാറിയത് അല്ലെ. എ ഈക്വൽ ടു ബി ആണ് ഒന്നാമത്തതിൽ അല്ലെ. ഒന്നാമത്തേൽ കാരണം എന്താ ഇവിടെ എ എന്ന് പറയുമ്പോൾ ഇവിടെ എ അല്ലെ. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആൻഡ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. B belongs to capital A and B belongs to A capital B. That means set B. C belongs to set A and C belongs to set B, and the last one D belongs to set A, and here also D belongs to set B. So we can say that the set A and B are equal set. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എ 4 8 12 16 ഇതാണ് ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. സെറ്റ് ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 8 4 16 and 18 എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടും ഈക്വൽ സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 4 എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ്സ് ആണ്, ആൻഡ് ആൾസോ ഇവിടെ 4 എന്ന് പറയുന്നത് ബിയിലുണ്ട് അല്ലേ. അതുപോലെ 8 എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ്സ് ആണ്, അതുപോലെ 8 ഇവിടെ ബിയിലുണ്ട്. 12 എന്ന് പറയുന്നത് എയിലുണ്ട്, ബട്ട് അതുപോലെ 12 എന്ന് പറയുന്നത് എന്തിലില്ല? ബിയിലില്ല അല്ലേ. 16 എന്ന് പറയുന്നത് എയിലുണ്ട്, 16 എന്ന് പറയുന്നത് ബിയിലുണ്ട്. അപ്പൊ ഇവിടെ എന്താ 18 എന്ന് പറയുന്നത് എന്ത്? എയിലില്ല. അപ്പൊ ഇതെന്തല്ല? ഈക്വൽ സെറ്റ് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എന്തുണ്ട്? എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഇവിടെ എന്താ പറയുന്നത്? 12 എന്ന് പറയുന്നത് എന്തിലുള്ള എലമെന്റ് ആണ്? എ എലമെന്റ് ആണ്. ബട്ട് എന്ത്? 12 നോട്ട് ബിലോങ്സ് ടു എന്ത്? ബിയിലില്ല അല്ലെ. 12 എന്ന് പറയുന്നത് എയിലുണ്ട്, പക്ഷെ എന്തിലില്ല? ബിയിലില്ല അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ. ആൻഡ് ദ തേർഡ് എക്സാമ്പിൾ, തേർഡ് ക്വസ്റ്റ്യൻ, എ സെറ്റ് എ is contain the elements 2 4 6 8 10, and the b the set of all x such that x positive even integer and x less than or equal to 10 എന്ന് പറയും അല്ലേ. x എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഈവൻ ഇന്റിജർ ആണ്. x less than or equal to 10 10 അതിൽ ചെറുതായിട്ട് കുറവുള്ളതുമായിട്ടുള്ള പോസിറ്റീവ് ഇരട്ട സംഖ്യകൾ അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണ് വരുന്നത് അല്ലേ. എ എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും എ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആയിട്ട് 2 4 6 8 10 ആണ്. ബി എന്ന് പറയുന്നത് അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് പോസിറ്റീവ് ഈവൻ ഇന്റിജർ, ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകൾ വേണം അല്ലെ. എന്തിന്? 10 അതിൽ ചെറുതായിട്ടോ. ഇവിടെ ഈ ഒരു വര ഡിനോട്ട് ചെയ്യുന്നത് ഈക്വൽ ടു 10 പെടും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഏതാ വരുന്നത്? 2 4 6 8 10 അല്ലെ. ഇരട്ട സംഖ്യകളാണ്. അപ്പൊ എയും ബിയും ഈക്വൽ ആണോ? യെസ് അല്ലെ. ഓൾ ദ എലമെന്റ്സ് ആർ സെയിം അല്ലെ. എല്ലാ എലമെന്റ്സും സെയിം ആണ്. സോ യു കാൻ റൈറ്റ് ദാറ്റ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ സെറ്റ് ആണെന്ന് പറയാം അല്ലെ. എന്റെ ഫോർത്ത് വൺ എന്ന് പറയുന്നത്, നാലാമത്തെ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്ന സെറ്റ് എ the set of all x such that x is a multiple of 10, 10ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ ആദ്യത്തെ സെറ്റിലുള്ളത് എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡ് ബിയിലുള്ള എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് 10 ഉണ്ട്, 10 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, എക്സെട്ര ഉണ്ട് അല്ലേ. ഇവിടെ എന്താ പ്രശ്നം? 15 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലേ. 15 അത് ഏതിലുണ്ടാവില്ല? എയിലുണ്ടാവില്ല. കാരണം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണ്. 10ന്റെ ഗുണിതങ്ങൾ പെടുന്നതാണോ ഈ 15 എന്ന് പറയുന്നത്? അല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? എ. നാലാമത്തെ എ നോട്ട് ഈക്വൽ ടു ബി അല്ലെ. നോട്ട് ഈക്വൽ ടു ബി എന്ന്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? ബിയിലുള്ള എലമെന്റ്സ് ആണ് ആര് എന്ന് എലമെന്റ് ആണ് ആര്? 15 എന്ന് പറയുന്നത് അല്ലെ. ബിയിലുള്ള എലമെന്റ് ആണ് 15 എന്ന് പറയുന്നത്. ബട്ട്
എയിൽ എന്തില്ല 50 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല അല്ലെ. എയിൽ എന്തില്ല 50 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല. അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതേണ്ടത്.